ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സിലബസ് ഡിസ്കഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് PSC ഒരുപാട് എക്സാംസുകൾ നടത്താറുണ്ട് അല്ലേ. ഇപ്പം നിലവിൽ ഓപ്പൺ ആയിട്ടുള്ള 2 എക്സാംസുകളാണ്. ഒന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള വാട്ടർ അതോറിറ്റിയാണ് ഇപ്പം നിലവിൽ ഓപ്പൺ ആയിട്ടുള്ള 2 പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അവ കൂടാതെ ഇനി വരാനിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകളിലേക്കൊക്കെ KSEB ഉൾപ്പെടെയുള്ള KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് എല്ലാം എന്ത് ചെയ്യാണ്, ഈ ഒരു സിലബസ് തന്നെയായിരിക്കും വരാൻ സാധ്യതയുള്ളത്. കാരണം കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് PSC ഫോളോ ചെയ്യുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ സിലബസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതെല്ലാം എക്സാംസിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള വാട്ടർ അതോറിറ്റി, അതായത് ഇനി വരാനിരിക്കുന്ന എക്സാമാണ്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ്, മിക്കവാറും ഈ 2 എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് കോമൺ എക്സാംസ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇനി വരാൻ പോകുന്നത്, അതായത് ഒരു 6 മാസത്തിനുള്ളിലൊക്കെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓരോ റാങ്ക് ലിസ്റ്റ് വന്ന് 1.5 വർഷമാകുന്ന സമയത്ത് തന്നെ PSC എന്ത് ചെയ്യാണ്, പുതിയ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വരാൻ പോകുന്ന എക്സാംസുകളാണ്. അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ KSEB, അതെന്തായാലും ഒരു 2 വർഷം കൂടി കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ദെൻ കാരണം ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നേ ഉള്ളൂ, ഇൻ്റർവ്യൂ ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ദെൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ PWD വരാനിരിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് വരാനിരിക്കുന്നുണ്ട്. സോ വരാനിരിക്കുന്ന ലെവൽ എക്സാംസുകൾക്കെല്ലാം ഈ ഒരു സിലബസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫോളോ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഈ ഒരു സിലബസിനെ കൃത്യമായിട്ട് പഠിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇനി PSC ഇതേ സിലബസ് തന്നെ ആയിരിക്കോ ഇനി അങ്ങോട്ടുള്ള എല്ലാ ലെവൽ എക്സാംസിനും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% ഓഫ് ദ സിലബസും എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. വലിയ മാറ്റങ്ങളൊന്നും വരില്ല. സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് PSC ചോദിക്കാറുള്ളത്. എന്നാൽ ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് ഒരു 5 to 10% എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. സോ അതെവിടെയാണ് ചേഞ്ചസ് വരാറുള്ളത്, എന്തെല്ലാം ചേഞ്ചസിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സിലബസ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നുണ്ട്. സോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ PSC പരീക്ഷകളും നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ പാറ്റേൺ കൃത്യമായിട്ട് അറിയാം. 100 ക്വസ്റ്റ്യൻസ് 1.5 hours ആണ് ഉണ്ടാവുക. സോ ഈ എല്ലാ എക്സാംസുകളിലും വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് 10 മൊഡ്യൂളുകൾ, അതിൽ ഓരോന്നിലും 10 വീതം ക്വസ്റ്റ്യൻസുകൾ, അങ്ങനെ 100 ക്വസ്റ്റ്യൻസുകളാണ് വരാറുള്ളത്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. അതായത് മൊഡ്യൂൾസുകളൊക്കെ പറയാറുണ്ടായിരുന്നെങ്കിലും ചില മൊഡ്യൂൾസിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഷീൻസിൽ നിന്നും പവർ സിസ്റ്റത്തിൽ നിന്നും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ്, എന്നാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്സ് ഒന്നും ക്വസ്റ്റ്യൻസ് കുറവ്. ആ ഒരു ട്രെൻഡായിരുന്നു പണ്ടൊക്കെ PSC ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ PSCയുടെ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാ മൊഡ്യൂൾസിനും ഈക്വൽ വെയിറ്റേജ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിട്ട് മാറും. എല്ലാവർക്കും ഒരുപോലെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ മെഷീൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നാൽ മെഷീൻസിൽ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടും, അല്ലെങ്കിൽ പവർ സിസ്റ്റത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാ മൊഡ്യൂൾസിനും ഈക്വൽ വെയിറ്റേജ് ആണ്. അതിലൊരു കാര്യം കൂടി മനസ്സിലാക്കുക, എല്ലാ മൊഡ്യൂൾസിനെയും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. അതായത് ഇന്ന മൊഡ്യൂൾ കൂടുതൽ പഠിക്കുക, ഇന്ന മൊഡ്യൂൾ കുറച്ച് പഠിക്കുക എന്നൊന്നുമില്ല. ബിക്കോസ് എവറി മൊഡ്യൂൾ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് ഈ ഒരു നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോഴത്തെ സിലബസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ സിലബസിൽ വന്നിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അതായത് 10 മൊഡ്യൂൾസുകളാണുള്ളത്. അപ്പോൾ അതിലാദ്യം ഇലക്ട്രിക് സർക്യൂട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് ഉണ്ട്. ഇവിടുന്നൊക്കെ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇലക്ട്രിക്കൽ മെഷീൻസ് വരുന്നുണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, അതേപോലെ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉണ്ട്, മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, ദെൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഉണ്ട്, അതേപോലെ ട്രാൻസ്ഡ്യൂസേഴ്സ്, ബാറ്ററീസ് ആൻഡ് ഇലക്ട്രിക്കൽ വയറിംഗ്. ഈ ഒരു മൊഡ്യൂളായിരിക്കും മിക്കവാറും ചേഞ്ചസുകളൊക്കെ വരുത്താൻ പോകുന്നത്. അതായത് 10th മൊഡ്യൂൾ എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ അതിൽ ചില ചേഞ്ചസ് ഒക്കെ വന്നേക്കാം. അതായത് അതിൽ മാത്രമാണ് പൊതുവേ ചേഞ്ചസ് കണ്ടു വന്നിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇതൊക്കെ കോർ സബ്ജക്റ്റുകൾ തന്നെയാണ് അല്ലേ. സർക്യൂട്ട് ആണെങ്കിലും, മാഗ്നറ്റിക് സർക്യൂട്ട് ആണെങ്കിലും, മെഷീൻസ് ആണെങ്കിലും, ഡിജിറ്റൽ ആണെങ്കിലും, പവർ സിസ്റ്റം ആണെങ്കിലും, കൺട്രോൾ സിസ്റ്റം ആണെങ്കിലും, പവർ ഇലക്ട്രോണിക്സ് ആണെങ്കിലും, മെഷർമെൻറ്റ് ആണെങ്കിലും, സിഗ്നൽസ് ആണെങ്കിലും, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസുകളിലും വരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇനി അതിൽ ടോപ്പിക് വൈസ് എന്തെങ്കിലും ചേഞ്ചസുകൾ മേ ബി വന്നേക്കാം എന്നുള്ളത് മാത്രം. ബട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ആ ടോപ്പിക് വൈസ് ആണെങ്കിൽ പോലും നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ ഫണ്ടമെൻറ്റൽസ് പഠിക്കുകയാണെങ്കിൽ അത് യാതൊരു തരത്തിൽ നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. സോ ഈ മൊഡ്യൂൾസുകളൊക്കെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫോളോ അപ്പ് എടുത്ത് പഠിക്കണം. അതേപോലെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സിലബസ്, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സിലബസ് നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഒരു നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് സിലബസിലുള്ള ഓരോ കാര്യങ്ങളും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ട്സ് ആയിരിക്കണം നിങ്ങൾ ഈ വരുന്ന എക്സാംസുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ നമുക്ക് മൊഡ്യൂൾസുകൾ നോക്കാം, ടോപ്പിക് വൈസ് ആയിട്ട് നോക്കാം.
ആദ്യത്തത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആണ്. അഥവാ നെറ്റ്വർക്ക് തിയറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബിടെക് നിങ്ങൾ സെക്കൻഡ് സെമസ്റ്റർ തേർഡ് സെമസ്റ്ററിലാണെന്ന് തോന്നുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സോ അതിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള ഇവിടെ നിന്ന് നല്ലോണം കാൽക്കുലേഷൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഈ ഒരു മൊഡ്യൂൾസിൽ നിന്ന് നന്നായിട്ട് കാൽക്കുലേഷൻസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിർച്ചോഫ്സ് ലോസ് പഠിക്കാനുണ്ട് അല്ലേ. അതായത് കറണ്ട് ലോ വരുന്നുണ്ട്, അതേപോലെ തന്നെ കിർച്ചോഫ് വോൾട്ടേജ് ലോ, KCL KVL ഒക്കെ വരുന്നുണ്ട്. ദെൻ MPPT മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം വരുന്നുണ്ട്. അതേപോലെ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് കേട്ടോ. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷന് ഫേസ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ദെൻ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഒരു ബേസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് കയറി വരുന്നുണ്ട്. ദെൻ അനാലിസിസ് ഓഫ് കപ്പിൾഡ് സർക്യൂട്ട്, ഇപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് വന്ന് ആഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഈ അനാലിസിസ് ഓഫ് കപ്പിൾഡ് സർക്യൂട്ട് അങ്ങനെയൊന്നും വരാറില്ലായിരുന്നു, ബട്ട് ഇതിൽ ആഡ് ചെയ്ത ടോപ്പിക്കാണ്. ഡോട്ട് പോളാരിറ്റി കൺവെർഷൻ, സിനുസോയിഡൽ, സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ഓഫ് കപ്പിൾഡ് സർക്യൂട്ട്, ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ശരിക്കും ഈ സർക്യൂട്ട്സ് എന്ന് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ എന്തുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, AC ഫണ്ടമെന്റൽസ് കൂടി ഇൻക്ലൂഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ് ആൻഡ് കറൻസ്, അതിൽ തന്നെ RMS വാല്യൂ ഒക്കെ നമുക്കറിയാലോ. RMS വാല്യൂ ഇപ്പോൾ സിനുസോയിഡൽ വേവ് ഫോമിൻ്റെ RMS വാല്യൂ VM/√2, അതേപോലെയുള്ള ഇക്വേഷൻസുകൾ, അതേപോലെ ആവറേജ് വാല്യൂ അല്ലേ, അതേപോലെ പീക്ക് ഫാക്ടർ, ഫോം ഫാക്ടർ, ദെൻ AC ത്രൂ പ്യൂർ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ സർക്യൂട്ട്, സീരീസ് റെസൊനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിലും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് റെസൊനൻസ് എന്ന് പറയുന്നത്. ദെൻ റെസൊനൻറ്റ് പവർ, ബാൻഡ് വിഡ്ത്ത്, റെസൊനൻസ് ഇൻ പാരലൽ സർക്യൂട്ട്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന മൊഡ്യൂള് നമ്മൾ തീർച്ചയായിട്ടും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട സബ്ജക്റ്റ് ബേസാണ്. ശരിക്കും പറഞ്ഞാൽ സർക്യൂട്ട് തിയറത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഈ മൊഡ്യൂൾ തന്നെയായിരിക്കണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കേണ്ട മൊഡ്യൂൾ. കാരണം ഇത് ബേസ് സ്ട്രോങ് ആക്കിയിട്ടേ നിങ്ങൾ മറ്റു മൊഡ്യൂൾസിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഈ മൊഡ്യൂൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഇതിൽ AC ഫണ്ടമെന്റൽസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മുമ്പ് AC വേറൊരു മൊഡ്യൂളായിട്ട് തന്നെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തേത് മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണ്. പൊതുവേ ഈ രണ്ടാമത്തെ മൊഡ്യൂൾ പലപ്പോഴായിട്ട് നാം കണ്ടിട്ടുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിക്സ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇത് മാഗ്നറ്റിക് സർക്യൂട്ട്സ് മാത്രമായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അതേപോലെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ, റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഓക്കെ, then series and parallel magnetic circuits with composite materials ഉണ്ട്. Faraday's law of electromagnetic induction അല്ലേ. അപ്പോൾ അവിടെ സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ ലെൻസസ് ലോ, സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് അല്ലേ. ഇതിൽ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ടോപ്പിക്സ് ഒന്നും ഇതിൽ വരുന്നില്ല. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സുകൾ തന്നെയാണ് ഈ മൊഡ്യൂളിലും ചോദിക്കാൻ സാധ്യത ഉള്ളത് കേട്ടോ. ഇവിടെയും 10 മാർക്സ് എന്ന് പറയുന്നത് ഒരു ബോണസാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 മൊഡ്യൂൾസും 20 മാർക്സ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തേർഡ് മൊഡ്യൂൾ. യെസ്, ഓഫ് കോഴ്സ് ഇലക്ട്രിക്കൽ മെഷീൻസ് ഒരു വലിയ ടോപ്പിക് തന്നെയാണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക്കൽ മെഷീൻസ് മുമ്പ് ഒരുപാട് മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെന്താണ്, അതൊരു യൂണിഫോമിറ്റി, എല്ലാ മൊഡ്യൂൾസിനും ഈക്വൽ വെയിറ്റേജ് ആയപ്പോൾ അത് മെഷീൻസിനാണ് കൂടുതൽ നഷ്ടം സംഭവിച്ചതെന്ന് പറയാം. പക്ഷേ മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക് എല്ലാം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ DC ജനറേറ്റർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, ഓൾട്ടർനേറ്റർ വരുന്നുണ്ട്. എല്ലാ ടോപ്പിക്കും മെഷീൻസിലുള്ള എല്ലാ ടോപ്പിക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാറ്റഗറിയിൽ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, DC ജനറേറ്ററിൻ്റെ അതിൻ്റെ ടൈപ്സ് ഓഫ് DC ജനറേറ്റേഴ്സ് വരുന്നുണ്ട്. EMF ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പവർ സ്റ്റേജസ്, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓർത്തിരിക്കണം. DC മോട്ടോഴ്സ്, ആർമേച്ചർ കൺട്രോൾ ആൻഡ് ഫീൽഡ് കൺട്രോൾ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇക്വലന്റ് സർക്യൂട്ട്, ലോസസ് ഓഫ് ട്രാൻസ്ഫോമർ, അതിന്റെ എഫിഷ്യൻസി ഒക്കെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ 3 ഫേസ് ട്രാൻസ്ഫോമറിലേക്ക് വരികയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറൻസ്, കൺസ്ട്രക്ഷന് 3 ഫേസ് ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷന്, ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ട്രാൻസ്ഫോമർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, ഓൾട്ടർനേറ്റേഴ്സ്, അതിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സിങ്ക്രണസ് മോട്ടോഴ്സ്, അതിൽ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ്, സിങ്ക്രണസ് കണ്ടൻസർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ വരുന്നുണ്ട്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, സ്ലിപ്പ്, ടോർക്ക് ആൻഡ് കറണ്ട് ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. ടോർക്ക്, സ്പീഡ് കർവ്, അതൊക്കെ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ സ്പെഷ്യൽ ഇലക്ട്രിക്കൽ മെഷീൻസ്, ജസ്റ്റ് അത് പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ടൈപ്സ് ആൻഡ് അതിൻ്റെ അപ്ലിക്കേഷൻസും ആണ് മെഷീൻസിൽ വരുന്നത്. സോ ഈ മൊഡ്യൂൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല ഡെപ്തിൽ
പഠിക്കാനുണ്ട്. നന്നായിട്ട് ഡെപ്തിൽ പഠിച്ചാലേ മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം കേട്ടോ. അതായത് KCL KVL ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ മൊഡ്യൂൾ നമ്മൾ പ്രതീക്ഷിക്കണം. ഇവിടെ കുറച്ചുകൂടി കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത. പിന്നെ A-level എക്സാംസിൻ്റെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു 40% പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും കേട്ടോ വരാറുള്ളത്. സോ നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഓക്കെ, സോ നമുക്ക് അടുത്ത മൊഡ്യൂൾസിലേക്ക് പോവാം. അടുത്തത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന മൊഡ്യൂളിൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനോടൊപ്പം തന്നെ മൈക്രോ പ്രൊസസ്സറുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മൊഡ്യൂൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇലക്ട്രിക് സർക്യൂട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു സർക്യൂട്ടിൻ്റെ കൂടെ എന്തുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, AC ഫണ്ടമെൻ്റലി. ഇവിടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കൂടെ മൈക്രോ പ്രൊസസ്സറോട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. നമ്പർ സിസ്റ്റം അല്ലേ, നമ്പർ സിസ്റ്റം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കോഡ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ. പിന്നെ അതിൻ്റെ കൺവേർഷൻസ് ഉണ്ട് കേട്ടോ, ASCII കോഡ്സ്, അതേപോലെ തന്നെ XS3 കോഡ്, ഗ്രേ കോഡ്. ദെൻ കോമ്പിനേഷണൽ സർക്യൂട്ട് പഠിക്കാനുണ്ട്, സീക്വൻഷ്യൽ സർക്യൂട്ട് പഠിക്കാനുണ്ട്. ദെൻ ആഡേഴ്സ്, ഹാഫ് ആഡർ, ഫുൾ ആഡർ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മൾട്ടിപ്ലക്സേഴ്സ്, ഡീമൾട്ടിപ്ലക്സേഴ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, ഡിജിറ്റൽ ടു അനലോഗ് DAC ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടേഴ്സ് ADC പഠിക്കാനുണ്ട്. ദെൻ മൈക്രോ പ്രൊസസ്സർ, അത് ആ ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ടെന്നല്ലേ. അതിൽ ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് 8085 മൈക്രോ പ്രൊസസ്സറാണ് പഠിക്കാനുള്ളത്. ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രം പഠിക്കാനുണ്ട്. അഡ്രസ്സിംഗ് മോഡ്സ് പഠിക്കാനുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇതൊക്കെ ഏറ്റവും എന്താ പറയുക, ഇവിടെ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. നമ്മൾ പെട്ടെന്ന് മൈക്രോ പ്രൊസസ്സർ എന്നൊക്കെ പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ടീച്ചേഴ്സ് ഇത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ സ്റ്റാറ്റസ് ഫ്ലാഗ്സ്, മെഷീൻ സൈക്കിൾ ആൻഡ് T സ്റ്റേറ്റ്, ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് സൈക്കിൾസ്, ടൈമിംഗ് ഡയഗ്രം ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മൊഡ്യൂളിൽ വന്നിട്ടുള്ളത്. സോ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. സിംപ്ലി സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മൊഡ്യൂളായിട്ട് വേണം നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, ദെൻ പവർ സിസ്റ്റം മൊഡ്യൂളാണ് ശരിക്കും പറഞ്ഞാൽ പവർ സിസ്റ്റം ടീച്ചേഴ്സിനൊക്കെ ആദ്യം തന്നെ ഈ ഒരു മൊഡ്യൂൾ വന്നപ്പോൾ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് വന്നത്. അതായത് നോർമലി പവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് എന്താ വരിക, ജനറേഷന്, ട്രാൻസ്മിഷന്, ഡിസ്ട്രിബ്യൂഷന്, പ്രൊട്ടക്ഷന്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക പവർ സിസ്റ്റത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ. ആസ് എൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നമ്മളെല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് അല്ലേ. പക്ഷെ അവർ സിലബസ് വന്ന സമയത്ത് നോർമലി അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ സിലബസ്. അതായത് 2020 മുന്നേ നടന്ന എക്സാംസുകളിലൊക്കെ സിലബസിൽ ജനറേഷനും ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും പ്രൊട്ടക്ഷനാണ് വന്നതെങ്കിൽ 2020 മുതൽ വന്നിട്ടുള്ളൊരു സിലബസിൽ അവർ നേരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ലൈൻ പാരാമീറ്റേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ അതിൽ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്, ഇൻസുലേറ്റേഴ്സ്, സ്ട്രിങ് എഫിഷ്യൻസി, കൊറോണ, സർക്യൂട്ട് ബ്രേക്കേഴ്സ് പ്രൊട്ടക്ഷനിൽ വരുന്നതാണ് അല്ലേ. ദെൻ റേറ്റിംഗ്, അതിൻ്റെ ടൈപ്സ്, CTs, PTs, ദെൻ റിലേസ്, അതിൻ്റെ ടൈപ്പ്, പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസ്. ഇതൊക്കെ എന്താ പറയുക പവർ സിസ്റ്റം അനാലിസിസിൽ നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകളാണ് അല്ലേ. സിമെട്രിക്കൽ കോമ്പണൻസ്, സിമെട്രിക്കൽ ആൻഡ് അൺസിമെട്രിക്കൽ ഫോൾട്ട്, ഇവിടെ നിന്നൊക്കെ നന്നായിട്ട് ചോദിക്കാൻ സാധ്യത. പല ടൈപ്പ് ഫോൾട്ട് ഇല്ലേ, LLG എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൾട്ട് പഠിക്കാനുണ്ട്. ദെൻ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി, സ്റ്റഡി സ്റ്റേറ്റ്, ഡൈനാമിക് ആൻഡ് ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി, പവർ ആംഗിൾ കർവ്സ്, ലോഡ് ഫ്ലോ അനാലിസിസ്. ഇതിൻ്റെയൊക്കെ ബേസിക്സ് മതി കേട്ടോ. അപ്പോൾ ലോഡ് ഫ്ലോ അനാലിസിസ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഗോസിഡൽ മെത്തേഡ്സും ന്യൂട്രൽ ആബ്സെന്റ് മെത്തേഡ്സും ഫാസ്റ്റ് ഡീകപ്പിൾഡ് ലോഡ് ഫ്ലോ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ബേസ് പഠിച്ചാൽ മതി. കാരണം ഇൻ ഡെപ്ത് ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു എന്താ പറയുക ഒരു PSC പോലുള്ള എക്സാമിനേഷനിൽ ലെസ് ദാൻ 2 മിനിറ്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരുള്ളൂ കേട്ടോ. ഒരുപാട് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഇവിടെ നമുക്ക് വരാൻ സാധ്യതയില്ല. ബട്ട് ഈ ടോപ്പിക് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത് അല്ലേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷനിലുള്ള ഒരുപാട് നല്ല നല്ല ടോപ്പിക്കുകൾ ഇവിടെ എന്തായി പോയിട്ടുണ്ട്, മിസ്സായി പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതാണ് ഈ ഒരു മൊഡ്യൂൾ വന്നിട്ടുള്ളത്, പവർ സിസ്റ്റം എന്ന് പറയുന്ന മൊഡ്യൂൾ. അടുത്തത് കൺട്രോൾ സിസ്റ്റം. ഒരു പക്ഷേ നിങ്ങൾക്ക് BTech സമയത്ത് ഒരുപാട് നിങ്ങൾ വെള്ളം കുടിപ്പിച്ച ഒരു സബ്ജക്റ്റിൽ ഒന്നായിരിക്കും കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് പ്രോബ്ലമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മൊഡ്യൂൾസിൽ ഒന്നായിരിക്കും കൺട്രോൾ സിസ്റ്റം. മാത്രമല്ല A-level എക്സാംസിൽ റാങ്ക് ഡിസൈഡർ ആയിട്ട് മാറാറുള്ളത് പലപ്പോഴും കൺട്രോൾ സിസ്റ്റമാണ്. കാരണം കൺട്രോൾ സിസ്റ്റം കറക്റ്റായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് ബാക്കിയുള്ള മൊഡ്യൂൾസിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റും. സോ ഇവിടെ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് LTI സിസ്റ്റം പഠിക്കാനുണ്ട്, ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ പഠിക്കാനുണ്ട്, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, ദെൻ മേസൺസ് ഗെയിൻസ് ഫോർമുല, ടൈപ്സ് ആൻഡ് ഓർഡർ ഓഫ് ദ സിസ്റ്റം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്, ടൈം ഡൊമൈൻ
domain specifications of transient and steady state response, impulse and step response of first order and second order system, static errors, coefficients of type 0, 1, 2, 3, 0, 1, 2 system പഠിക്കാനുണ്ട്. റൂത്ത് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പഠിക്കാനുണ്ട്. ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. പോളാർ പ്ലോട്ട്, ബോർഡേ പ്ലോട്ട്, ദ കോൺസെപ്റ്റ് ഓഫ് ഗെയിൻ മാർജിൻ ആൻഡ് ഫേസ് മാർജിൻ പഠിക്കാനുണ്ട്. ദെൻ സ്റ്റെബിലിറ്റി അനാലിസിസ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഏരിയ തന്നെ കേട്ടോ ഈ ഏരിയകളൊക്കെ. യെസ്, നമ്മൾ അടുത്തത് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അപ്പോൾ ഈ മൊഡ്യൂളിൽ തന്നെ 2 ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് അല്ലേ. അതായത് നിങ്ങൾ മുമ്പ് പഠിച്ച അനലോഗ് ആൻഡ് ഡിജിറ്റൽ, നിങ്ങൾ അനലോഗ് ഇലക്ട്രോണിക്സും പഠിച്ചു, പവർ ഇലക്ട്രോണിക്സും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് എന്താണ്, 2 മൊഡ്യൂൾസിന് പകരം ഒരു മൊഡ്യൂളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇതിൽ പവർ ഇലക്ട്രോണിക്സും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഓപ്പാമ്പും വരുന്നുണ്ട്. സോ ബേസിക്കലി SCR വരുന്നുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. ദെൻ ഫുള്ളി കൺട്രോൾഡ് ആൻഡ് ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജസ് വരുന്നുണ്ട്. റെക്ടിഫയർ വിത്ത് 6 RLE ലോഡ്സ് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടേഴ്സ്, അത് സിംഗിൾ ഫേസും ഹാഫ് ബ്രിഡ്ജും ഫുൾ ബ്രിഡ്ജും വിത്ത് R ആൻഡ് RL ലോഡ്സ് വരുന്നുണ്ട് കേട്ടോ. ദെൻ 3 phase ഇൻവേർട്ടേഴ്സ്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ വരുന്നുണ്ട്. സിംഗിൾ ക്വാഡ്രന്റ്, 2 ക്വാഡ്രന്റ് ആൻഡ് 4 ക്വാഡ്രന്റ് ചോപ്പേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് വരുന്നുണ്ട്. അതിൽ ഫണ്ടമെന്റൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും അതേപോലെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ അതിൻ്റെ വരുന്നുണ്ട്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ ഓപ്പാമ്പ്, നമ്മൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചു, അതിൻ്റെ ഒരു എന്താ പറയുക കമ്പാരിസൺ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ അതിൻ്റെ ഗെയിൻ, CMRR, അതേപോലെ സ്ലീവ് റേറ്റ്, അതിൻ്റെയൊക്കെ എക്സ്പ്രഷൻസും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. യെസ്, നെക്സ്റ്റ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലേ. മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷന് 10 മാർക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് മെഷർമെൻറ്റ്, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ്, എറേഴ്സ്, ടൈപ്സ് ഓഫ് എറേഴ്സ് വരുന്നുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൽ തന്നെ സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റിംഗ് ഉണ്ട്, ഇൻറ്റഗ്രേറ്റിംഗ് ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്. സോ ഇതിലൊക്കെ ഓരോ കാറ്റഗറി കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെച്ചേക്കണം. ദെൻ അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ട് മീറ്റേഴ്സ്, ഇതൊക്കെ ബേസിക് ആണല്ലേ, ഏതൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് ആണല്ലേ ഇതൊക്കെ. യെസ്, then moving coil, MC type, moving iron, MI type, then measurement of power, dynamometer type wattmeter, construction of and working, then 3 phase power measurement, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ വാട്ട് മീറ്റർ ആൻഡ് 2 വാട്ട് മീറ്റർ മെത്തേഡ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ദെൻ മെഷർമെൻറ്റ് ഓഫ് എനർജി, സിംഗിൾ ഫേസ് എനർജി മീറ്റർ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഡിജിറ്റൽ എനർജി മീറ്റർ, ടൈം ഓഫ് ഡിലേ, TOD മീറ്റേഴ്സ്, ഓസിലോസ്കോപ്പ്, അതേപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ജനറൽ പർപ്പസ് CRO, ബേസിക്സ് ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം. ഇതും ഫണ്ടമെൻ്റലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ടോപ്പിക്ക് കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്തായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇതിൽ പല ടോപ്പിക്കുകൾ എന്ത് ചെയ്തിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ശരിക്കും കുറച്ചുകൂടി ഡെപ്തിൽ എടുക്കാം. ഇപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം, അതേപോലെ തന്നെ ഫൊറിയർ ട്രാൻസ്ഫോം ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, നമ്മൾ സിഗ്നൽസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊന്നും എവിടെ വന്നിട്ടില്ല, ഈ ഒരു സിലബസിൽ വന്നിട്ടില്ല. ഈ ഒരു സിലബസ് ഏറ്റവും ബേസ് ആണ്. ഇപ്പോൾ സിഗ്നൽസിൻ്റെ ക്ലാസിഫിക്കേഷനും ഉണ്ട്, അതേപോലെ സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റമാണ് മെയിൻലി പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ എലമെൻ്ററി സിഗ്നൽസ്, ഒരുപാട് എലമെൻ്ററി സിഗ്നൽസ് പഠിക്കാനുണ്ട്. ബേസിക് ഓപ്പറേഷൻസ് ഉണ്ട്, ബേസിക് ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. ഓൺ കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ രണ്ടിലും പഠിക്കാനുണ്ട് കേട്ടോ. കണ്ടിന്യൂസിലും ചെയ്യാണ്ട്, ഡിസ്ക്രീറ്റിലും ചെയ്യാണ്ട്. ദെൻ കോൺസെപ്റ്റ് ഓഫ് സിസ്റ്റം, അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം ഉണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം ഉണ്ട്, ടൈം ഇൻവേരിയൻ്റ്, ഇവിടുന്നൊക്കെ ചോദ്യം വരാറുണ്ട്. ടൈം ഇൻവേരിയൻസ്, ലീനിയാരിറ്റി, കോസാലിറ്റി, മെമ്മറി, സ്റ്റെബിലിറ്റി ഒക്കെ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ സാമ്പിളിംഗ് പ്രോസസ്സ്, അതിൽ ഇമ്പൾസ് ട്രെയിൻ സാമ്പിളിംഗ് തിയറം, ഏലിയാസിങ് എഫക്റ്റ്, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു. അതിൻ്റെ ഒരു കണ്ടീഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. 0 ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ ഹോൾഡ് സർക്യൂട്ട്, ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, സിഗ്നൽസ് എന്ന് പറയുന്ന മൊഡ്യൂൾസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഫൈനൽ ട്രാൻസ്ഡ്യൂസേഴ്സ്, ബാറ്ററീസ് ആൻഡ് ഇലക്ട്രിക്കൽ വയറിങ്. ഈ മൊഡ്യൂളാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ എക്സാംസിന് അവർ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുത്തുകയാണെങ്കിൽ 10th മൊഡ്യൂൾ ഒരു എന്താ പറയുക അഡീഷണലി ഒരുപാട് ടോപ്പിക്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, അതേപോലെ തന്നെ എക്സ്ക്ലൂഡ് ഒക്കെ ചെയ്തിട്ട് വരാവുന്ന ഒരു മൊഡ്യൂളാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്ന ടോപ്പിക്സ് ഇതാണ്. ഒരുപക്ഷെ അടുത്ത എക്സാംസ് ഒക്കെ ആകുന്ന സമയത്ത് പുതിയൊരു എക്സാം എന്താ പറയുക പുതിയൊരു അപ്ഡേഷൻ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് മനസ്സിലാക്കുക. ബട്ട് സ്റ്റിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വയറിങ്ങിൻ്റെ ഏരിയ എന്തായാലും എല്ലാ എക്സാംസിനും വരും കേട്ടോ. വയറിങ്, സിസ്റ്റം ഓഫ് വയറിങ്, rules of domestic wiring, earthing, types of earthing, then
റൂൾസ് ഓഫ് എർത്തിങ്, ഇല്യൂമിനേഷൻ, ലോസ് ഓഫ് ഇല്യൂമിനേഷൻ, ഇലക്ട്രിക് ലാംപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ്, ഇത് എല്ലാ എക്സാംസിലും എന്തായാലും വരാറുണ്ട്. പിന്നെ പുതുതായിട്ട് വന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് LVDT, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് വന്നിട്ടുണ്ട്. ബാറ്ററീസ്, അതിൽ പ്രൈമറി സെൽസ്, സെക്കൻഡറി സെൽസ്, ബാറ്ററി റേറ്റിംഗ്, ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്, ഇതാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ 10 മൊഡ്യൂൾസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ലെവലിൽ നടക്കുന്ന എല്ലാ എക്സാംസുകൾക്ക് വേണ്ടിയും പഠിക്കാനുള്ളത്. സോ ലെവൽ എക്സാംസുകൾക്ക് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾ ഈ സിലബസിനെയാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോയി പഠിക്കേണ്ടത്. അതായത് ഇതിൻ്റെ ഇൻഡെപ്തിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ കോർ സബ്ജക്റ്റ്, ഈ ലാസ്റ്റ് മൊഡ്യൂൾ ഒഴികെയുള്ള ബാക്കിയുള്ള 9 സബ്ജക്റ്റുകളും വളരെ കോർ ഫീൽഡ് തന്നെയാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസുകളിലും വരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. സോ അത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഇത് ഞാൻ പറഞ്ഞാൽ ഇത് പ്യുവർ തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 10 മൊഡ്യൂൾസും ഒരിക്കലും നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള മൊഡ്യൂൾസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, മെഷീൻസ് പറയാം, അതേപോലെ പവർ സിസ്റ്റം പറയാം. ബാക്കി മൊഡ്യൂൾസുകളൊന്നും അത്ര ചലഞ്ചിങ് ആയിട്ടുള്ള മൊഡ്യൂൾസുകളല്ല. പക്ഷേ നന്നായിട്ട് എഫേർട്ട് എടുക്കണം, നല്ല സ്കോറൊക്കെ വാങ്ങി എന്താ പറയുക, നിങ്ങളുടെ ഈ ഒരു ലെവൽ ഇലക്ട്രിക്കൽ എക്സാംസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.